നമുക്കിത് അന്നേ തോന്നിയതാ. പാകിസ്ഥാന് വെറുതെ ഈ വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. അവിടെ 10 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടിരുന്ന് മൂത്രം ഒഴിക്കുന്നു. പിന്നെ വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരണം. ഇപ്പോൾ ഒടുവിൽ അവരിനി പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? അവർ ഞങ്ങളെ നോക്കി ചിരിക്കാൻ പാടില്ല എന്നായിരിക്കും. ജെകൻ വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഫെബ്രുവരി 15 നിശ്ചയിച്ചിരിക്കുന്ന T20 ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളത്തിലിറക്കുമെന്ന് ICC ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചതായിട്ട് നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ, അപ്പോൾ ICC അധികൃതരും BCBയും PCBയും ചേർന്ന് ലാഹോറിൽ നടത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് സത്യമായിട്ടും. ഓക്കെ, അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. നമുക്കിത് അന്നേ തോന്നിയതാ. പാകിസ്ഥാന് വെറുതെ ഈ വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരിക്കലും പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് പണ്ടൊട്ടേ അറിയാം. ഇപ്പോൾ സമ്മറിൻ മദ്ലേഹത്തിൽ മഞ്ജു വാര്യരെ പറ്റിയിട്ട് ജയറാം പറയുന്നുണ്ട് 10 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടിരുന്ന് മൂത്രം ഒഴിക്കുന്നു. സിനിമയിലേട്ടോ, പുറത്തല്ല, സമ്മറിൻ മദ്ലേഹം മൂവിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു പട്ടൻ ക്യാരക്ടറുകളാണ് ഈ പാകിസ്ഥാനിലുള്ളത്. അവരുടെ സ്ഥിരം പരിപാടിയുണ്ട്. ഇവരുടെ ഒരു കൊമ്പന്മാരുണ്ട് പാകിസ്ഥാനികളുടെ. റമീസ് രാജ, ഷഹീദ് അഫ്രീദിയൊക്കെ ഇപ്പോഴും അവിടെ പറഞ്ഞു വരത്തേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാൻ യുദ്ധം ജയിച്ചതിൽ, അതായത് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം ജയിച്ചതിലുള്ള എന്നിട്ട് പറയുക അസൂയോണ്ടാണ് ഇന്ത്യക്കാർ നമ്മളുടെ അടുത്ത് ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളൊക്കെ കാട്ടണമെന്നാണ് അവിടെ പറഞ്ഞു വരുത്തുന്നത്. അവിടെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വികസനം വരാത്തൊരു രാജ്യമാണ്. ഇപ്പോൾ ഉള്ളേരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെയൊന്നും ഇൻ്റർനെറ്റ് കണക്ഷനുകളോ TVയോ അങ്ങനെ എത്താത്ത കുറേ രാജ്യങ്ങൾ പാകിസ്ഥാനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റമീസ് രാജയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ മുൻപ്, ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ടൂർണമെൻറ്റിൽ ഇന്ത്യ കളിച്ചിട്ടില്ല എങ്കിൽ നമ്മളും ICC അതുപോലെ വേൾഡ് കപ്പ് 2023 കളിക്കാൻ പോകരുതെന്നുള്ള ആഹ്വാനം ആദ്യം ചെയ്തത് റമീസ് രാജയാണ്. അവിടെ അങ്ങനെ ഒരു പ്രചാരം അടിച്ചു വിട്ടിട്ട് ആദ്യം വരുന്നത് റമീസ് രാജയാണ്. അവിടെ പിച്ച് തൊട്ട് നോക്കാനും പിച്ച് തൊട്ട് നോക്കി പരിശോധിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇതാണ് വെല്ലുവിളി നടത്തുന്ന ഒട്ടുമിക്ക പാകിസ്ഥാനികളുടെയും ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വലിയ വായിൽ ഡയലോഗ് അടിക്കും, എന്നിട്ട് ബാർഗെയിൻ ചെയ്യും, ലാസ്റ്റ് ഉള്ളതും വാങ്ങി എന്താ പറയുക നക്കി കളിക്കുന്നു പറയാം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആദ്യം ബംഗ്ലാദേശിനും ഞങ്ങൾക്കും ശ്രീലങ്കയിൽ കളിക്കണം, ഇല്ലെങ്കിൽ കളിക്കില്ല. ആദ്യത്തെ ഒരു ചെക്ക് വയ്ക്കാന്നൊക്കെ പറയില്ലേ, അപ്പം ആദ്യത്തെ ഒരു ചെക്ക് വെപ്പ് അതായിരുന്നു. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബംഗ്ലാദേശ് സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ടൂർണമെൻറ്റ് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അതായിരുന്നു രണ്ടാമത്തെ അജണ്ട. പിന്നത്തെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ ആയിട്ടുള്ള മാച്ച് മാത്രം ഞങ്ങൾ ബഹിഷ്കരിക്കും. അതായിരുന്നു പിന്നത്തെ അജണ്ട. പിന്നത്തെ അജണ്ടയിൽ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ കളിക്കാം, പക്ഷേ ഇന്ത്യ പാക് സീരീസ് ഉടനെ വേണം. അതായിരുന്നു അവരുടെ ആവശ്യം. പിന്നെ പറഞ്ഞത് കളിക്കാം, സീരീസ് വേണമെന്നില്ല, പക്ഷെ കളിക്കാം, പക്ഷെ ക്യാഷ് കൂട്ടി തരണം. ഇത് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും മാതിരപ്പെട്ട കോമഡിയാണ്. പിന്നെയും വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരണം. ഇപ്പോൾ ഒടുവിൽ അവരിനി പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? അവർ ഞങ്ങളെ നോക്കി ചിരിക്കാൻ പാടില്ല എന്നായിരിക്കും. അതായിരിക്കും പറയാം. അന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാണ്ട് ഇന്ത്യൻ ടീം കയറിപ്പോയ ഒരു സംഭവത്തിൽ നാണം കെട്ട് നിന്നത് ഇപ്പോഴും എന്താ പറയുക നമ്മൾ ട്രോളുകളിൽ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ US മാച്ച്, ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരൊക്കെ കൂടാരം കയറിയപ്പോൾ ഈ പാകിസ്ഥാനികൾ ഇന്ത്യ തോറ്റു എന്നുള്ള രീതിയിൽ അവിടെ അടിച്ചു വിട്ടു തുടങ്ങി. എന്ത് ടീമാണ്? ട്രോളുകൾക്ക് ആരംഭം കുറിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഇന്നിങ്സ് അവിടെ ജനിക്കുന്നതും അവരുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു കോമാളി ടീം ലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട്, പാകിസ്ഥാനിലൊരു പ്രസ് മീറ്റ് വെച്ചിട്ട് അവിടുത്തെ പാകിസ്ഥാനിലെ ജനങ്ങളെ പറ്റിക്കും. ഇപ്പോൾ പ്രസ് മീറ്റിൽ പറയാൻ എന്തായിരിക്കും? ICCയും BCCIയും ഒക്കെ ഞങ്ങളുടെ കാല് പിടിച്ചു,
കരഞ്ഞു, ഒന്ന് വന്ന് കളിക്ക് പാകിസ്ഥാൻ മോനെ, അനക്കൊക്കെ സുവർഗം കിട്ടും, കോടി പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കണ്ണീരിൽ മനസ്സലിഞ്ഞ് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മക്കളാണ്, അപ്പം നമ്മൾ മനസ്സലിയും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കപ്പ് എടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു കളി നമ്മൾ കളിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാ മാമൻ പോയി ജയിച്ചു വരാം, മക്കൾ പ്രാർത്ഥിപ്പിൻ. അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് പാകിസ്ഥാൻ അവിടെ കൊടുക്കുന്നുണ്ടാവും. ഉറപ്പ്, 100% ഉറപ്പായിട്ടുള്ള കാര്യമാണത്. ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ നടപടികൾ ഉണ്ടാകില്ലെന്നും 2028-നും 2031-നും ഇടയിൽ നടക്കുന്ന ഒരു ICC ഇവൻ്റ് ബംഗ്ലാദേശിന് നൽകുമെന്നും വാർത്താക്കുറിപ്പിലൂടെ ICC വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ചില കളിക്കാരൊക്കെ ഉണ്ട് അവിടുത്തെ. അപ്പോൾ അത് വേറെ ആരുമില്ല സുഹൃത്തുക്കളെ, ഷോയബ് അക്തറാണ്. ഷോയബ് അക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സൗരവ് ഗാംഗുലിയായിട്ടും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ആയിട്ട് ഏറെ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഒരുപാട് എന്താ പറയുക ഏറി കയറുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഷോയബ് അക്തർ. പക്ഷേ കളിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ പ്ലെയേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം വെച്ചിട്ടുള്ള ഒരു വ്യക്തി ഷോയബ് അക്തറാണ്. പിന്നെ ഇങ്ങേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് മതം തലയിൽ കയറ്റി ചുറ്റുള്ളത് കാണാതെ നടക്കുന്ന സ്വഭാവമൊന്നും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ലോകഗൗരവവും ഷോയബ് അക്തറിനുണ്ട് എന്ന് തന്നെ പറയാം. അവിടുത്തെ അഫ്രീദിയുടെയും ഇൻസമാമുള്ളാക്കിൻ്റെയും പോലെ ഒന്നല്ല ഷോയബ് അക്തർ. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പരിശീലകൻ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന T20 ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശ് പുറത്തായതിന് പിന്നാലെ, അതായത് ഈ ബംഗ്ലാദേശ് പുറത്തായതിന് പിന്നാലെ കടുത്ത പ്രതികരണവുമായിട്ടാണ് പരിശീലകൻ മുന്നോട്ട് വന്നത്. അപ്പോൾ അതായത് ഇന്ത്യയിലേക്ക് പോകില്ലെന്ന് ആദ്യം നിലപാടെടുത്ത ഇപ്പോൾ നിലപാട് മാറ്റിയതിനെ അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അയാൾ പങ്കുവച്ച പോസ്റ്റ് ഇതാണ്, ഞാൻ ആ പോസ്റ്റ് ഇവിടെ വയ്ക്കുന്നുണ്ട്. അതായത് ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് പോകാൻ കഴിയാഞ്ഞത് ഞങ്ങളുടെ നിർഭാഗ്യമാണ്. ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി എനിക്ക് തോന്നുന്നു. നേരത്തെ ഇന്ത്യയിലേക്ക് പോകാൻ വിസമ്മതിച്ച അതേ ആളുകൾ തന്നെ ഇപ്പോൾ ചെറിയൊരു തുകയ്ക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ കളിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആള് പങ്കുവച്ചിട്ടുണ്ടായിരുന്ന പോസ്റ്റ്. ഇന്ത്യയിൽ കളിക്കുന്നില്ലെന്നുള്ള നിലപാടിനെ തുടർന്ന് ICC ബംഗ്ലാദേശിനെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ്. എന്നാൽ സമാനമായ നിലപാടെടുത്ത പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുമായി കളിക്കാൻ തീരുമാനിച്ചതാണ് ബംഗ്ലാദേശ് ക്യാമ്പിൽ വലിയ അമർഷത്തിന് കാരണമായിരിക്കുന്നത്. പോയപ്പോൾ ആർക്ക് പോയി, അവരാർക്ക് പോയി. പാകിസ്ഥാനൊന്നും കുടിച്ച വെള്ളത്തിൽ നമ്പാങ്ങുള്ളൂല എന്നിപ്പോൾ മനസ്സിലായി കാണും ബംഗ്ലാദേശികൾക്ക്. ഇനി ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനെ പറ്റിയിട്ട് നോക്കാം നമുക്ക്. ഒരുമാതിരി ബുദ്ധിബോധമുള്ള എല്ലാ മനുഷ്യന്മാരും ഇന്ത്യയിൽ കളി ജയിക്കുന്നു തന്നെയാണ്, ജയം ഉറപ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ആകെ ഒരു വില്ലനാവാൻ സാധ്യതയുള്ളത് ശ്രീലങ്കയിലെ പിച്ചും അതുപോലെ തന്നെ ടോസും മാത്രമാണ്. UAEയിൽ പണ്ട് നടന്നിട്ടുള്ള T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ നമ്മളെ ഒരു പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട്. അന്ന് വില്ലനായത് അവിടുത്തെ പിച്ചും ടോസും ആയിരുന്നു. UAEയിൽ സ്ഥിരമായിട്ട് T20 ജയിക്കാൻ ഫോർമുല എന്നത് ടോസ് നേടി ബൗൾ ചെയ്യുക, അതുപോലെ തന്നെ രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ വരുമ്പോൾ അനായാസം ചേസ് ചെയ്യുക എന്നതാണ് മെയിൻ അജണ്ടയായിട്ട് മുന്നോട്ട് വയ്ക്കേണ്ടത്. ഓക്കെ, UAEയിലെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ നേരെ വിപരീതമാണ് ശ്രീലങ്കയിലെ കാര്യം. ഇന്ത്യക്ക് ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്തിട്ട് 170-180 റേഞ്ച് സ്കോർ ചെയ്താൽ പിന്നെ ഭൂരിഭാഗം മത്സരങ്ങളും അവിടെ ഡിഫെൻഡ് ചെയ്ത് ജയിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഡ്യൂ വലിയ ഫാക്ടറല്ല, പിച്ച് കൂടുതൽ സ്ലോ ആവും. ഇപ്പോൾ സെക്കൻഡ് ബാറ്റിങ് വളരെ ബുദ്ധിമുട്ടാണ്. പാകിസ്ഥാന് 3 പ്രോപ്പർ സ്പിന്നറിനെയും ബാക്കി പാർട്ട് ടൈം സ്പിന്നറിനെയും ഇറക്കി നോക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കുറച്ചുകൂടി സ്പിൻ സപ്പോർട്ടുള്ള പിച്ചുകളിൽ പിടിച്ചെറിഞ്ഞാൽ 140-150 പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള മരുന്ന് പച്ചകൾക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. ടോസ് ഇന്ത്യക്ക് കിട്ടി ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ടോസ് പോയാൽ കളി ചിലപ്പോൾ 50-50 ആവാൻ സാധ്യതയുണ്ട്, 50-50. അതുകൊണ്ട് ടോസ് ഏറെ നിർണായകമാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ. ഇപ്പോൾ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു പ്രാന്തൻ ഇറങ്ങി ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു തൂഫാൻ ഇന്നിങ്സ് കളിക്കുകയാണെങ്കിൽ പിന്നെ എറിഞ്ഞു പിടിക്കാനുള്ള മരുന്ന് അവർക്കുണ്ട്, പാകിസ്ഥാനികൾക്കുണ്ട്.
അപ്പോൾ ഒരു ശത്രുവിനെയും നമ്മൾ തരം താഴ്ത്തി കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മത്സരത്തിൽ USA-യുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠം. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്താൽ 200% ഈ കളി നമ്മുടെ കയ്യിലായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ അവരാദ്യം ബാറ്റ് ചെയ്തിട്ട് ഒരു നല്ല സ്കോറിലെത്തിയാൽ ചിലപ്പോൾ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ തന്നെ ജയിക്കും. ഇന്ത്യക്ക് തന്നെയാണ് എപ്പോഴും മുൻതൂക്കം കൂടുതൽ. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.